നമ്മുടെ ഈ മസ്ജിദിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മാഹിൻ സാഹിബ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കുന്നുണ്ടോ? ഇത് മതിയെന്ന് ഹരി സാരി ശരിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഅ്ഫിറതുഹു. ഹജ്ജ് യാത്രയപ്പിന്റെ കാര്യപരിപാടികൾ ഇൻഷാ അല്ലാഹ് തുടങ്ങുകയാണ്. ആദ്യമായി ഹാജിമാരുടെ പേര് വിളിച്ചവരെ ക്ഷണിച്ച് വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഓരോരുത്തരും ഒന്ന് വായന കൂട്ടക്ഷരത്തിന് പിടിയിട്ടുന്നില്ല, അത് കണ്ണാടിയില്ല. അസ്സലാമു അലൈക്കും. ബഹുമാന്യരെ, ഇവിടെ ഒരുപാട് ഹാജിമാരെ എത്തിയിട്ടുണ്ട്. ഇവിടെ പലരുടെ കുറച്ച് ആൾക്കാർ പേര് എഴുതിയിട്ടുള്ളൂ. വിട്ടുപോകുന്ന ആൾക്കാർ പറയുകയാണെങ്കിൽ അവരെ കൂടെ വിളിച്ച് തന്നുള്ളൂ. ആശയാലിലെ കബീർ സാഹിബ് ഉണ്ടോ? നുജുമുദ്ദീൻ ഫേമസ് ഷാഹിദ സ്റ്റോർ ശാല. ഡോക്ടർ അഹമ്മത്തുള്ള, അഷ്റഫ് അലി സാഹിബാണ് ഇവിടെ ഉണ്ടാകുന്നല്ലോ. ഷാജൻ കുമാരപുരം, റഷീം അലി, ഇബ്രാഹിം ഗത്ത് നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങോട്ടേക്ക് പിന്നെ ആരെങ്കിലും ഒന്ന് ഉയർത്തിയാൽ കൈവർത്തി കഴിഞ്ഞാല് എഴുതിയാണ് പേര്. മാഹിൻ സാഹിബ് വേദിയിൽ കാണട്ടെ. പിന്നെ ആരുള്ള നമ്മുടെ നാഫ് കേറ്ററിംഗിന്റെ നൗഷാദ് ആസിമുണ്ടല്ലോ. അസീം, ആബിന ട്രേഡേഴ്സ് അസീം. മഹൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് മഹദി ഹവ ടെക്സ്റ്റൈൽസ് മഹദി. സുരാജിന്റെ സ്ഥലം സുരാജ് മഹദിയുടെ മകൻ. ഓക്കെ, മഹദിയുടെ മകനാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കേൾക്കുന്നേ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഹജ്ജിന് പോകുന്ന ഈ വർഷം പേര് കൊടുത്തിട്ട് സെലക്ഷനായിട്ട് ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഒന്ന് കൈവർത്തിയാലും ഇങ്ങോട്ട് വിളിക്കാം. കാരണം പല ആൾക്കാർ യാത്ര ചെയ്ത് കഴിഞ്ഞതും ഒരുപാട് ആളുകൾ യാത്ര ഓൾറെഡി പോയി കഴിഞ്ഞു. പല പള്ളികൾ യാത്ര ഇപ്പം എല്ലായിട്ടും നമ്മുടെ താലപ്പള്ളിയിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ആയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസിഡന്റ് പറയുന്നു. ഇതിന്റെ ഇതിന് കാര്യപരിപാടി എന്ന് പറഞ്ഞാല് ഇത് കഴിഞ്ഞ് ആദ്യമായിട്ട് നമ്മുടെ ഉസ്താദിന്റെ ചെറിയ നസീഹത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഇരിക്കുന്ന ഹാജിമാർ അവരെണിച്ചെന്ന് 2 വാക്കിൽ സ്വയം പരിചയപ്പെടുത്തുകയും അവിടെ ദുആയ്ക്ക് വേണ്ടിയോ ഒന്ന് മറ്റുമായിട്ട് അത് നിങ്ങളൊരു ആശയവിനിമയം നടത്തും. അത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മുന്നോട്ട് വരും.
മുന്നോട്ടിരിക്കുക. ആ റോഡ് യാത്രയ്ക്ക് മുന്നോട്ടിരിക്കുകയാണെങ്കിൽ ശ്വാസം ഒന്ന് ഇറങ്ങിയതായി. ആദ്യമായിട്ട് അവരെ വിളിച്ച് പരിചയപ്പെടുത്താനല്ലോ നല്ലത്. അതെ പതാക ആദ്യമായിട്ട് ഖിറാഅത്ത് പത്താമത്തെ മുസ്ലിം തരാം. അവിടെ ഇരുന്ന് ഓതിയാൽ മതി. ഇരുന്ന് ഓതിയാൽ മതി. ഒരായത്ത് അത്രയേ ഉള്ളൂ. ആളെ അറിയണ്ടേ? ജമാഅത്തിന്റെ ഇമാമിനെ അറിയണ്ടത്. എന്തൊരു പദ്ധതി ഇതിനോട് വിളിച്ചാൽ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم صدق الله العظيم. അടുത്തതായി ഒരു പ്രസംഗം നടക്കുന്നതിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ചീഫ് ഇമാം അജ്മൽ മൗലവിയെ വിളിച്ചുകൊള്ളുന്നു. ഇത് വേണോ? അത് മതിയാ? ഇതെടുക്കട്ടെ. بسم الله الرحمن الرحيم نحمده ونصلي ونسلم على رسوله الكريم أما بعد. സദസ്സ് കുറച്ച് അടുത്തിരുന്നാലേ വളരെ പ്രധാനപ്പെട്ട മുബാറക്കായ മജ്‌ലിസ്. എല്ലാവരും കുറച്ച് അടുത്തിരിക്കണം ഇൻഷാ അല്ലാഹ്. ദുആയ്ക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള സദസ്സ്, അല്ലാഹുവിന്റെ അതിഥികളെ യാത്രയാക്കുന്ന സദസ്സ്. എല്ലാവരും കുറച്ച് അടുത്തിരിക്കണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ദുആകളും സ്വീകരിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട മുബാറക്കായ മജ്‌ലിസാണ് ഇൻഷാ അല്ലാഹ്. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. فقد قال النبي صلى الله عليه وسلم الحجاج والعمار وفد الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസിനെ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തന്ന് ശിഷ്ടജീവിതം റബ്ബിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചുകൂട്ടുവാൻ അല്ലാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത്. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കും എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്തിന്റെ രണ്ടാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യനെ പടച്ചിട്ടുള്ളത് ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ഉമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ജനിച്ച് ദുനിയാവിലേക്ക് വരുന്ന കുഞ്ഞിന് അള്ളാഹു ഒരു ഗ്രേഡ് നിശ്ചയിക്കും. 95, 96, 98, 99 ഈ രീതിയിൽ എല്ലാവർക്കും ഗ്രേഡ് നിശ്ചയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഖിയ്യുൻ അം സഈദുൻ, റസൂലിന്റെ വാചകം ഇപ്രകാരമാണ്:
ഇദ്ദേഹം ഭൂമിയിലേക്ക് വന്ന് വിജയത്തിന്റെ പരിശ്രമമാണോ കാഴ്ചവെക്കുന്നതോ പരാജയത്തിന്റെ പരിശ്രമമാണോ കൃത്യമായി അള്ളാഹു ആ സമയത്ത് തന്നെ രേഖപ്പെടുത്തും. സ്വാഭാവികമായിട്ടും മനുഷ്യൻ പുറത്തേക്ക് വന്ന് ഈ ഗ്രേഡിൽ പരിശ്രമം നിമിത്തം എത്തുക എന്നുള്ളത് അവന്റെ മേൽ ബാധ്യതയാണ്. 98 എന്ന ഗ്രേഡിലേക്ക് ഈ മനുഷ്യൻ പ്രവർത്തനത്തിലൂടെ എത്തിച്ചേരാൻ സാധിക്കണം. നമസ്കാരത്തിലൂടെ, ദിക്റിലൂടെ, നീണ്ട 1 മാസത്തെ നോമ്പിലൂടെ, ഹജ്ജിലൂടെ, സക്കാത്തിലൂടെ എത്തിച്ചേരാൻ സാധിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഗ്രേഡിൽ എത്തിച്ചേർന്നില്ല എങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് വലിയ ഇഷ്ടമാണ്, അള്ളാഹുവിന് നമ്മെ വലിയ ഇഷ്ടമാണ്. എത്തിച്ചേർന്നില്ല എങ്കിൽ പരീക്ഷണങ്ങൾ നൽകി ആ ഗ്രേഡിൽ എത്തിച്ചിട്ട് മാത്രമേ അള്ളാഹു മരിപ്പിക്കുകയുള്ളൂ എന്ന് റസൂലിന്റെ ഹദീസിന്റെ ആശയത്തിൽ കാണാം. നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ എത്തിയില്ല എങ്കിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ അത് നൽകി ആ ഗ്രേഡിൽ എത്തിച്ചിട്ട് മാത്രമേ അദ്ദേഹത്തെ മരിപ്പിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ, സ്നേഹത്തിന്റെ ഭാഗമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഗ്രേഡ് ഉയർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ സക്കാത്ത് കൊടുക്കുന്നത്. ഈ ഗ്രേഡ് ഉയർത്താൻ വേണ്ടി 5 വഖത്ത് നമസ്കാരവും ഇമാം ജമാഅത്തായി നിർവഹിക്കുന്നത്. ഈ ഗ്രേഡ് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങളിൽ 5ാമത്തെ ഏറ്റവും അടിസ്ഥാന തത്വമായ ഹജ്ജും നിർവഹിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ആദ്യം ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്തിനാ ഹജ്ജ് ചെയ്യുന്നത്? എന്റെ ഗ്രേഡ് ഉയർത്തുന്നതിന് വേണ്ടി. സ്വർഗത്തിൽ വിവിധ സെക്ഷനുകളുണ്ട്. AC നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാ, സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഫസ്റ്റ് AC ഉണ്ട്, സെക്കൻഡ് AC ഉണ്ട്. ഈ രീതിയിലെ സ്വർഗത്തിന്റെ തട്ടുകളും ഏറ്റവും മുകളിലത്തെ തട്ടിന്റെ പേര് പ്രവാചകനെ പഠിപ്പിച്ചത് ജന്നാത്തുൽ ഫിർദൗസ് എന്നാണ്. നമ്മുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും വിജയിക്കുക എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ എത്തുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നതും കഷ്ടപ്പെടുന്നതും ത്യാഗം ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് റബ്ബിന്റെ വലിയ തൗഫീഖാണ്. വിശുദ്ധ ദീനിന്റെ ഒരു പ്രവർത്തനങ്ങളും അള്ളാഹു പോക്കറ്റ് മണിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടത്താറില്ല. അതിയായ ആഗ്രഹം, പരിശ്രമം, പ്രാർത്ഥന. അൽഹംദുലില്ലാഹ് ഏകദേശം 15 ഹാജിമാരുണ്ടോ ഇബ്രാഹിം സാഹിബ്? ഏകദേശം 15-അടുത്തുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 2-നാണ് ഹജ്ജ് അല്ലാഹു ശ്രദ്ധിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഹിജ്റ 2-നാണ് അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൗഫീഖ് കൊടുത്ത ഹിജ്റ എത്രനാണ്? ഹിജ്റ 10-നാണ്. സ്വാഭാവികമായിട്ടും ഹജ്ജ് നിർബന്ധമാകുന്ന അതേ വർഷം തന്നെ ഹജ്ജ് ചെയ്യാൻ നബി തങ്ങൾ കൊതിക്കൂലേ? നബി തങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ആഗ്രഹമുള്ളതുപോലെ നബി തങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അള്ളാഹു 2-നും തൗഫീഖ് കൊടുത്തില്ല, 3-നും 4-നും 5-നും 6-നും 7-നും 8-നും 9-നും തൗഫീഖ് കൊടുത്തില്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് അള്ളാഹു ഹജ്ജിന് തൗഫീഖ് കൊടുത്തത് എന്ന് ഹദീസിൽ, ചരിത്രത്തിൽ നമുക്ക് കാണാം. 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു അസുലഭ നിമിഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നു ചേരുകയാണ്. അപ്പൊ നമ്മൾക്ക് അള്ളാഹു നൽകിയ തൗഫീഖ്, റസൂലിന് പോലും അള്ളാഹു 8 വർഷം പിന്തിപ്പിച്ചിട്ടാണ് ഹജ്ജിന് തൗഫീഖ് കൊടുത്തതെങ്കിൽ നമ്മൾ ചെറിയ ചില്ലറക്കാരല്ല, നിസാരക്കാരല്ല. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ സൗഭാഗ്യമാണ്, തൗഫീഖാണ്. എത്രയോ പൈസ ഉള്ള സമ്പന്നന്മാർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വപ്നം കണ്ടു, 10,000-കണക്കിന് ഹാജിമാരുമായിട്ട് മക്കയിലേക്ക് പ്രവേശിക്കുന്നതായി. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 6-ന് മക്കയിലേക്ക് പോയി. പക്ഷെ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടഞ്ഞു, ഹജ്ജ് ചെയ്യാൻ സമ്മതിച്ചില്ല, തിരിച്ചു പറഞ്ഞു വിട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സന്ധിയിൽ ഏർപ്പെട്ടു. വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ നബിതങ്ങൾ സമ്മതിച്ചു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സഹാബാക്കൾക്കൊക്കെ വിയോജിപ്പുണ്ടായിരുന്നു, പക്ഷെ റസൂൽ സമ്മതിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, ഇവിടുന്ന് കഷ്ടപ്പെട്ട് സാധനമെല്ലാം ചുമന്ന് പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം ശരിയാക്കി ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി. തുടർന്ന് എന്തോ ഒരു പേപ്പറിന്റെ പ്രശ്നത്തിന്റെ പേരിൽ നമ്മളെ മുന്നോട്ട്
തുടർന്ന് പോകാനായിട്ട് സമ്മതിച്ചില്ല, തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടാലുണ്ടാകുന്ന വിഷമം എന്തായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല, തിരിച്ചുപോയി. അടുത്ത വർഷം വന്ന് ഉംറത്തുൽ ഖളാ നിർവഹിച്ചു. ഹിജ്റ 8 വിശുദ്ധ ഇസ്ലാമിന്റെ ശോഭ ഒളിവിതറിയത്, മക്കം ഫതഹ് നടക്കുന്നത്. 10,000 സഹാബാക്കളുമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ മാർച്ച് നടത്തി മക്കയിലേക്ക്. ഒരു വല്ലാത്ത അസുലഭ നിമിഷമാണ്, മുഹൂർത്തമാണ്, നിർണായകമായിട്ടുള്ളൊരു നിമിഷം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹ് കഴിഞ്ഞു. ഹിജ്റ 9 നബി തങ്ങൾ ഹജ്ജ് ചെയ്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അയച്ചു. കുറച്ച് തീരുമാനങ്ങൾ പറഞ്ഞു. അടുത്ത വർഷം മുതൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ഹജ്ജുള്ളൂ. സ്ത്രീകൾ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിന് നബി തങ്ങൾ തടയിട്ടു. മുഴുവൻ ബിംബാരാധനകളും അതുപോലെ തന്നെ ഹജ്ജിൽ ഉൾപ്പെട്ടിരുന്ന മുഴുവൻ കൃത്രിമ കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടയുകയും നേരായ രീതിയിലേക്ക് ഹജ്ജിനെ കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് ഹിജ്റ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63ാമത്തെ വയസ്സിലാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹജ്ജ് നബി തങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതാണ് ഹജ്ജത്തുൽ വിദാ. അറഫയുടെ ആ ജബലുർ റഹ്മയുടെ കരുണയുടെ മലയിൽ ഇരുന്നു കൊണ്ട് റസൂൽ നടത്തിയ പ്രഭാഷണം അത് പ്രസിദ്ധമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖാണ്. നമ്മളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അള്ളാഹു. അള്ളാഹു സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്താൽ മതിയെന്ന്. നമ്മൾ ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും ദുനിയാവിന്റെ കാര്യങ്ങൾക്കെല്ലാം എന്തെല്ലാം പൈസ നമ്മൾ ചെലവാക്കുന്നുണ്ട്, മുടക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ കുറിച്ച് ഇന്ന് അസറിന് ശേഷമുള്ള ഒരു ഹജ്ജിന്റെ ക്ലാസ്സിൽ പറയുകയുണ്ടായി, കുടുക്കയില് പൈസ ശേഖരിക്കുകയാണ്. ഇങ്ങനെ ശേഖരിച്ച് മുന്നോട്ട് വന്നപ്പോ ഇവരുടെ ഈ കഷ്ടപ്പാട് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനായി കഷ്ടപ്പെടുന്നത്? 5 ലക്ഷം രൂപ ഞാൻ തന്നേക്കാം, നിങ്ങൾ പ്രൈവറ്റിൽ തന്നെ പോയിക്കോളാൻ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, വേണ്ട, ഞാൻ കഷ്ടപ്പെട്ട് ഈ തൊഴിലുറപ്പിന്റെ പണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീയാണ്. എന്റെ സ്വന്തം വിയർപ്പ്, എന്റെ സ്വന്തം കഷ്ടപ്പാട്, അങ്ങനെ ഹജ്ജിന് പോകുന്നതാണ് എനിക്കിഷ്ടം. സ്വീകരിച്ചില്ല. കഷ്ടപ്പെട്ടു. വീണ്ടും 5 വർഷം കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞപ്പോ ആഫിയത്ത് കുറയുന്നത് കണ്ട് ഈ സ്ത്രീ അദ്ദേഹത്തെ പോയി സമീപിച്ചു. അന്ന് നിങ്ങൾ പറഞ്ഞ വാഗ്ദാനം, അതിന് ഞാൻ തയ്യാറാണ്, ഞാൻ കഷ്ടപ്പെട്ടിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സഹായിച്ചു. ഈ സ്ത്രീ ഹജ്ജിന് പോയി. 90% ചെറ്റ കുടിലിൽ കഴിയുന്ന ഹാജിമാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്താ ഇബ്നു അബി റബാഹ് എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. പടച്ചവന്റെ വിവിധ പരീക്ഷണങ്ങളുടെ ഒരു സംഗമവേളയായിരുന്നു അത്താ ഇബ്നു അബി റബാഹിന്റെ ശരീരം. ജന്മനാ ഒറ്റ കണ്ണനായിരുന്നു. കാലിൽ മുടന്തുള്ള വ്യക്തിയായിരുന്നു. മക്കക്കാരിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ നീഗ്രോ അടിമയായിരുന്നു അത്താ ഇബ്നു അബി റബാഹ്. പക്ഷെ അതിയായ ആഗ്രഹം, ഹജ്ജ് ചെയ്യണം, ഹറമുമായി ബന്ധപ്പെടണം, മസ്ജിദ് നബവിയുമായി ബന്ധപ്പെടണം. നിരന്തരമായ ആഗ്രഹത്തിന്റെ പേരിൽ ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അത്താ, ലക്ഷോപലക്ഷം ഹാജിമാർ സംഗമിക്കുന്ന ഹജ്ജിന്റെ വേളയിൽ ഫത്വ കൊടുക്കാനുള്ള അനുവാദം അത്താ ഇബ്നു അബി റബാഹ് എന്ന പടച്ചവന്റെ വിവിധ പരീക്ഷണങ്ങളുടെ സംഗമ വേളയായിട്ടുള്ള അദ്ദേഹത്തിന് അല്ലാഹു നിയമിച്ചു. ആഗ്രഹം, പരിശ്രമം, ദുആ. അല്ലാഹു പോക്കറ്റ് മണി കൊണ്ട് ഒരു കാര്യങ്ങളും നടത്താറില്ല. ഇന്നത്തെ ജുമുഅയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ തൗഫീഖാണ് ഈ ഹജ്ജിന് പോകുക എന്നുള്ളത്. ഹജ്ജിന് നമുക്ക് തൗഫീഖ് കിട്ടിക്കഴിഞ്ഞാൽ ചുരുക്കയാണ് 3 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. 3 കാര്യങ്ങൾ. ഒന്ന്, നിഷ്കളങ്കമായിട്ടുള്ള നിയ്യത്ത്. അല്ലാഹു ഈ ഹാജിമാരുടെ ഹജ്ജിന്റെ യാത്രയെല്ലാം എളുപ്പമാക്കുമാറാകട്ടെ. ആഫിയത്തോടെ, ആഗ്രഹത്തോടെ. ചില സമയത്ത് ആഗ്രഹം കാണും, ആഫിയത്ത് കാണത്തില്ല. ചില സമയത്ത് ആഫിയത്ത് കാണും, ആഗ്രഹം കാണൂല. ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ, നമ്മൾ ഇന്ന് കഴിഞ്ഞ ജുമുഅയിൽ പറഞ്ഞത് 2 വസ്ത്രങ്ങൾ. ഒരു വസ്ത്രം ഒരു ദിവസം മാത്രമേ ഇട്ടിട്ടുള്ളൂ, മറ്റൊരു വസ്ത്രം 3 ദിവസം ഇട്ടിട്ടുണ്ട്. നല്ല അഴുക്കാണ്. നമ്മൾ കല്ലിൽ കഴുകുമ്പോൾ എങ്ങനെ കഴുകും? കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ച് സോപ്പ് തേച്ച് ഒരച്ച് വൃത്തിയാക്കി അഴുക്കുള്ള വസ്ത്രം അലക്കിയെടുക്കാൻ കൂടുതൽ സമയം വേണ്ടി വരും. എന്നതുപോലെ കൂടുതൽ പാപങ്ങൾ ചെയ്ത ആള് അല്ലാഹു നന്നായിട്ട് അലക്കും. റസൂലിന്റെ വാചകമാണ്, റജഅക യൗമിൻ വലദതുഹു ഉമ്മുഹു, ഒരു ഉമ്മ പ്രസവിച്ച ദിവസം പോലെ പാപരഹിതനായ നിലയിൽ തിരിച്ച് നാട്ടിലേക്ക് വിടുന്ന ഒരു പ്രോസസ്സിങ്ങിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഒരു നവജാത ശിശുവിന്റെ ഹൃദയ നിർമ്മലതയുടെ നാട്ടിലേക്ക് മടക്ക റസൂലിന്റെ വാചകമാണ്, റജഅക യൗമിൻ വലദതുഹു ഉമ്മുഹു ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് നന്നായിട്ട്, ഒരു പക്ഷേ ഇനി നമ്മുടെ ക്ലോക്ക് ടവറിൽ താമസിച്ചെന്ന് പറഞ്ഞാൽ പോലും, ക്ലോക്ക് ടവർ മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടടുത്താണ്. മസ്ജിദ് നബവിയുടെ ശുഹദാഹ് ഹോട്ടലിന്റെ അടുത്ത് താമസിച്ചാൽ പോലും
എത്ര നല്ല സമ്പ്രദായത്തോടു കൂടി പോയാൽ ശരിയും അള്ളാഹു നന്നായിട്ട് കഷ്ടപ്പെടുത്തും. ഹജ്ജിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളായത് അല്ല, ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളാ. ഹാജറ ബീവിയുടെ കഷ്ടപ്പാട്, ഇസ്മായിലിന്റെ കഷ്ടപ്പാട്, ഇബ്രാഹിമിന്റെ കഷ്ടപ്പാട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. അപ്പൊ നമ്മുടെ നിയ്യത്ത് നന്നാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ദുആ ചെയ്യും, അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാഅ ഫീഹാ വലാ സമഅ. അല്ലാഹു എന്റെ ഹജ്ജിൽ ഭംഗം വരുന്ന, ന്യൂനതകൾ ഉണ്ടാകുന്ന, കോട്ടം വരുത്തുന്ന പ്രവണതകൾ എന്റെ ഹജ്ജിൽ നീ ഉൾപ്പെടുത്തല്ലേ നാഥ എന്ന് റസൂൽ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. ആരാ ദുആ ചെയ്യുന്നത്? നിഷ്കളങ്കതയുടെ ഏറ്റവും ഉദാത്ത മാതൃകയായ റസൂൽ ദുആ ചെയ്യുമ്പോൾ നമുക്ക് ദുആ ചെയ്യാതിരിക്കാൻ പറ്റുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഹജ്ജ് നേരായ രീതിയിൽ ചെയ്തില്ല എങ്കിൽ, ആരെയെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ അമൽ നാളെ പ്രതികൂലമായിട്ട് സാക്ഷി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, നിയ്യത്ത് നന്നാക്കുക. രണ്ടാമത്തെ കാര്യം പൂർണ്ണമായിട്ട് ഹജ്ജ് ചെയ്യുക. ചില ഹജ്ജിന്റെ ക്ലാസ്സുകൾ പേടിപ്പിക്കും. ഒരു ഹാജി അടുത്തിരുന്ന് കരയുന്നത് കണ്ടു. ഇതെല്ലാം ഞാൻ ഈ 2 മണിക്കൂറത്തെ ക്ലാസ് എന്റെ ഹജ്ജിൽ എങ്ങനെ ഞാൻ കൊണ്ടുവരുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, വെറും 4 സ്ഥലങ്ങൾ 6 ദിവസങ്ങൾ, വെറും 4 സ്ഥലങ്ങൾ വെറും 6 ദിവസം. ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13 വെറും 6 ദിവസങ്ങളും വെറും 4 സ്ഥലങ്ങളും. ഇതാ ഹജ്ജ്. മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ട് കഅബത്തു ഷരീഫ, സഫ, മർവ, മിനയിലേക്ക് പോകുക, മുസ്ദലിഫയിലേക്ക് പോവുക, അറഫയിലേക്ക് പോവുക. ബസ്, ഹജ്ജ് തീർന്നു. വെറും 4 സ്ഥലങ്ങൾ 6 ദിവസങ്ങൾ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പലപ്പോഴും നമ്മൾ അവശയാകുന്നത്, ബുദ്ധിമുട്ട്, വിഭ്രാന്തി ഉണ്ടാകുന്നത് തിരക്കിന്റെ പേരില്ല. അത് ശക്തമായ തിരക്കായിരിക്കും, നമുക്ക് താങ്ങാൻ കഴിയൂല. വിഷമങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഹജ്ജിന്റെ ഈ കർമ്മത്തിന്റെ ഭാഗമാണ്. ഒന്നുമില്ലെങ്കിൽ ജലദോഷമെങ്കിലും പിടിക്കും. അത് ഹജ്ജിന്റെ സ്വീകാര്യതയുടെ ഭാഗമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും വലിയ ഒരുക്കു കൂട്ടൽ എന്ന് പറഞ്ഞാൽ തഖ്വയാണ്. ഒരു രീതിയിലും പാപങ്ങൾ ചെയ്യാൻ പാടില്ല. പാപം മൃഗത്തെ അറുത്ത് കൊടുക്കേണ്ടി വരും. നമ്മുടെ പരദൂഷണം പറയാൻ പാടില്ല, നമീമത്ത് ഏഷണി പറയാൻ പാടില്ല, ഹറാമായ നോട്ടം നോക്കാൻ പാടില്ല, ഹറാമ് കേൾക്കാൻ പാടില്ല. പരമാവധി ശരീരത്തിന് ചെറുതും വലുതുമാകുന്ന പാപങ്ങളിൽ നിന്ന് സംരക്ഷണം ഏർപ്പെടുത്തണം. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 3 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. നിയ്യത്ത് നന്നാക്കുക, പരമാവധി നന്നായി ഹജ്ജ് ചെയ്യുക. ഒരു ഹജ്ജ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്തെന്നറിയാമോ? ഹജ്ജ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, നിഷ്കളങ്കമായ നിലയിൽ ഞാൻ ഏതൊരു കർമ്മം ചെയ്താലും, നിഷ്കളങ്കമായ നിലയിൽ ഞാൻ ഏതൊരു കർമ്മം ചെയ്യും, നിഷ്കളങ്കത വേണം, റബ്ബിന്റെ തൃപ്തി പ്രതീക്ഷിച്ചായിരിക്കണം. ഞാൻ മരിച്ചാലും അതിനെ ഏറ്റെടുത്ത് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ കൊണ്ടുപോകും. യാതൊരു സംശയവുമില്ല. നോക്കിക്കേ, നിസാരമായ തന്റെ മകന് വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി ഓടിയത് ഹാജറ ബീവി ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ വിശ്വാസികളെയും കൊണ്ട് അല്ലാഹു ഓടിച്ചുകൊണ്ടിരിക്കുക. ചെറിയ കാര്യമാണോ? നിസ്കാരമല്ല, ദിക്റുമല്ല, ഖുർആനോ, വെറുതെ ഒരു ഓട്ടമാണ്. സഫയുടെ ഇടയിലും മറവയുടെ ഇടയിലും വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ഓട്ടം ഹജ്ജിൽ ഫിറ്റ് ചെയ്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ വിശ്വാസികളെ കൊണ്ട് അല്ലാഹു ഓടിച്ചുകൊണ്ടിരിക്കുക. നിസ്സാര കാര്യമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഇസ്മായിലിനെ അറുക്കാൻ കൊണ്ടുപോയി കിടത്തിയപ്പോ പിശാച് പ്രലോഭിപ്പിച്ചു, പിന്മാറാൻ വേണ്ടി പരിശ്രമിച്ചു, കല്ലെടുത്തെറിഞ്ഞു. ആ കല്ലേറിനെ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ വിശ്വാസികളും കല്ലെറിഞ്ഞ് അല്ലാഹു ഖുർആനിലൂടെ നിർദ്ദേശിച്ചിരിക്കുക. വിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ, അടിസ്ഥാന തത്വമാകുന്ന ഹജ്ജിന്റെ ഉള്ളിൽ അല്ലാഹു നിസാരമായി കല്ലേറിനെയും നിസാരമായി ഓട്ടത്തെയും ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സന്ദേശം ഹജ്ജ് നൽകുന്നത്, ഇഖ്ലാസോടുകൂടി നമ്മളൊരു കർമ്മം ചെയ്താൽ, നമ്മൾ പല സംരംഭങ്ങളും സംഘടനകളൊക്കെ നടത്തുന്നവർ ഇഖ്ലാസോടുകൂടി റബ്ബിന്റെ തൃപ്തി പ്രതീക്ഷിച്ചാണെങ്കിൽ വല്ലാഹി സത്യം, നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ അതിനെ ഏറ്റെടുക്കും. മക്കളില്ലെങ്കിൽ പ്രത്യേക സൃഷ്ടികളെ അള്ളാഹു കൊണ്ടുവന്ന് അതിനെ ഏറ്റെടുത്ത് നടത്തി ജാരിയായ സദഖ എന്നുള്ള നിലയിൽ ഖബറിലേക്ക് ഒഴുകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു കൊണ്ടുപോകും. ഒരു മസ്ജിദിന്റെ പരിപാലനം നമ്മൾ ഏറ്റെടുത്തു, നിഷ്കളങ്കമായ നിലയിൽ ചെയ്തു, നമ്മളങ്ങ് മരണപ്പെട്ടു പോയി. ഉഷാറായിട്ട് അതിനേക്കാൾ 10 മടങ്ങ് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകളെ അള്ളാഹു കൊണ്ടുവരും, പ്രവർത്തിപ്പിക്കും. ഉഷാറായിട്ട് അതിനേക്കാൾ നന്നായിട്ട് പ്രവർത്തിപ്പിക്കും. അദ്ദേഹം മരണപ്പെടും, വീണ്ടും കൊണ്ടുവരും. പക്ഷെ ആ തുടക്കക്കാരന്റെ ഇഖ്ലാസ് നന്നായിരിക്കണം, നിഷ്കളങ്കത, സുൽമത്തുണ്ടാകാൻ പാടില്ല. വക്രതയുണ്ടാകാൻ, സുൽമത്തിന്റെ അർത്ഥം വക്രത എന്നാണ്. വക്രതയുണ്ടാകാൻ പാടില്ല. മനസ്സ് ക്ലീൻ ആയിരിക്കണം. എന്റെ റബ്ബിന്റെ തൃപ്തി, എന്റെ ഹജ്ജ് ഞാൻ ചെയ്യുന്ന റബ്ബിനെ സ്മരിക്കാൻ വേണ്ടിയാ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രീതിയിൽ ഹജ്ജ് ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒറ്റ കാര്യമുള്ളൂ, സ്വർഗ്ഗം. ഹജ്ജിന്റെ വേറെ വിശദീകരിക്കാനൊന്നും അല്ലാഹുവിന്റെ റസൂൽ നിന്നില്ല. അൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായിട്ടുള്ള ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുക.
ചില പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാമെന്നാണ്. എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ പരിശോധിക്കാം? ഹജ്ജിന് ശേഷം മരണം വരെയുള്ള ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പരിശോധിക്കാം എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഈ സംഗമത്തെ, ഈ സദസ്സിനെ പൂർണ്ണമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഇത് വലിയ തൗഫീഖാണ്. എപ്പോഴും അല്ലാഹുമ്മ ഇർസുഖ്നാ ഹജ്ജ 5 വഖത്തിന് എല്ലാവരും നിയ്യത്ത് വെക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹുമ്മ ഇർസുഖ്, ഈ ദുആ കാണാൻ പഠിക്കണം. അല്ലാഹുമ്മ ഇർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത റൗദത്തി നബിയ്യിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുഴുവൻ സുഖങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും അധ്യാപകനാകുന്ന ഗുരുനാഥനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയിൽ പോയി സലാം പറയാതെ ഞങ്ങൾ ഇനി മരിപ്പിക്കല്ലേ പടച്ചവനെ 5 വഖത്തും ദുആ ചെയ്യണം. ഒരു മുഅ്മിനിന്റെ അഡ്രസ്സാണ്, അന്തസ്സാണ്, അഭിമാനമാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹാജിമാരുടെ ഹജ്ജിനെ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. പൂർണ്ണമായിട്ടും അമലുകൾ ആഗ്രഹത്തോടെ, ആവേശത്തോടെ, അതുപോലെ തന്നെ ആഫിയത്തോടു കൂടി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട സൂചിപ്പിക്കാനുള്ള ശുക്റാണ്. തൽബിയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കേൾക്കുന്നു. നമ്മൾ എപ്പോഴും ശുക്ർ രേഖപ്പെടുത്തണം കേട്ടോ. ലൈൻ ശക്രത്തും അസീദന്നക്കും. ഇത് വലിയ തൗഫീഖാണ്. നമ്മൾ 2 റക്അത്ത് ശുക്ർ നമസ്കരിക്കണം. ശുക്ർ നമസ്കരിച്ച് റബ്ബിനോട് സ്തുതി, അല്ലാഹുവേ നീ നൽകിയ സൗഭാഗ്യമാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് പറയുമ്പോൾ ഇന്നൽ ഹംദ, മൊത്തം സ്തുതിയാണത്. ഇന്നൽ ഹംദ വന്നിഅമത, സർവ്വ സ്തുതിയും സർവ്വ അനുഗ്രഹങ്ങളും ലക്ക, നിനക്കാണ്. വൽ മുൽക്ക്, അധികാരവും നിനക്കാണ്. എല്ലാം നീയാണ്. ഞങ്ങളുടെ മിടുക്കൊണ്ട്, സാമർത്ഥ്യം കൊണ്ട്, കഴിവ് കൊണ്ട് ഒന്നുമല്ല. എല്ലാം നൽകിയത് നീയാണെന്നുള്ള തുറന്ന സമ്മതം റബ്ബിന് വലിയ ഇഷ്ടം. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളും നമ്മുടെ മസ്ജിദാണ്. പ്രധാനപ്പെട്ട സമയമാണ്. അൽ ഹുജ്ജാജു വൽ ഉമ്മാർ വഫ്ദുല്ലാഹ്. ഹാജിമാരും ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ പ്രത്യേക അതിഥികളാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു. ആ അതിഥികളാകാൻ പോകുന്ന ഇത്രയും ആളുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കെല്ലാം, ഞാൻ ഉൾപ്പെടുന്ന നമുക്കെല്ലാം ഒരു തീരുമാനമെടുക്കാം, നിയ്യത്ത് വെക്കാം. ഇൻഷാ അല്ലാഹ് പറയും. ഏറ്റവും അടുത്ത സമയത്ത് അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ഹജ്ജ് എന്ന പുണ്യകർമ്മത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ പരിശ്രമിക്കും, ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകം നമ്മൾ നിയ്യത്ത് വെച്ചിരിക്കുകയാണ്, അതിനുവേണ്ടി പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഅ്ഫിറത്തുഹു. ഹജ്ജ് യാത്രയ്ക്ക് പോകുന്ന ഓരോ ഹാജിമാരായി പരിചയപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് കബീർ, അഹമ്മദ് കബീർ എന്നാണ്. ആശയാന സ്റ്റുഡിയോ, പൂന്തറ. അൽഹംദുലില്ലാ, ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി ഞങ്ങളെല്ലാം സെലക്ട് ചെയ്ത് ഹജ്ജ് കുടുംബമായിട്ടാണ് പോകുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യും. ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങളെല്ലാം ഓർമ്മ വരാൻ വേണ്ടിയിട്ടും അതിനുവേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള മനസ്സ് നിങ്ങൾക്ക് കിട്ടണം, ആഫിയത്ത് കിട്ടണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നജിമുദ്ദീൻ. എൻ്റെ പേര് നജിമുദ്ദീൻ. ഞാൻ മണക്കാടാണ് താമസം. ഇൻഷാ അല്ലാഹ് 30-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. ഫാമിലി ആയിട്ടാണ്. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഹ്മത്തുള്ള. മണക്കാട് വലിയ പള്ളിക്കടുത്താണ് താമസം.
ഞാനും എൻ്റെ ഭാര്യയും ചേർന്നാണ് ഹജ്ജിന് പോകുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ആഫിയത്തിന് വേണ്ടിയും സ്വീകാര്യോഗ്യമായ ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങളും ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന എല്ലാ സമയത്തും നിങ്ങളുടെ കാര്യം ഓർത്ത് ദുആ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. സ്നേഹാധന്യരായ നമ്മുടെ ഇമാം അവറുകളെ, ചാല പള്ളിയുടെ പരിപാലന സമിതി അംഗങ്ങളെ, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതൊരു വലിയൊരു സൽക്കർമ്മമാണ്. കുമാരപുരത്തുള്ള ഞാൻ ഈ ഒരു ദിവസം ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുമാരപുരത്തുള്ള ഞാൻ ചാലപ്പള്ളിയിൽ വന്ന് ഇങ്ങനെ നിങ്ങളുടെ ഒരു ആദരവ് വാങ്ങുമെന്നുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ നിമിത്തമാണ്. ഈ ഹജ്ജിനുള്ള യാത്രയും ആ ഒരു പാതയത്വവും അള്ളാഹുവിൻ്റെ നിമിത്തമാണ്. ഇന്നലെ ഇമാം പറഞ്ഞതുപോലെ നമ്മുടെ പരിശ്രമമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഞാൻ ധാരാളം പരിശ്രമിച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. 98 എടുത്ത പാസ്പോർട്ട് എക്സ്പയറി ആയിട്ട് പിന്നെ ഞാൻ ഇത് ആപ്ലിക്കേഷൻ ഇൻവൈറ്റിന് ശേഷമാണ് ഞാൻ പരിശ്രമിച്ചത്. പക്ഷേ അള്ളാഹു തീരുമാനിച്ചു, എൻ്റെയും കുടുംബത്തെയും അള്ളാഹുവിൻ്റെ അതിഥിയായിട്ട് അവിടെ കൊണ്ടുപോകണം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും വളരെ വേഗത്തിൽ നടക്കുകയും എനിക്കതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക മാത്രമല്ല നറുക്കെടുപ്പിൽ കിട്ടുക തന്നെ ചെയ്തു. അപ്പം അത് ഞാൻ പറയുന്നത്, നമ്മുടെ പരിശ്രമിച്ചാൽ നമുക്ക് ലഭിക്കാത്ത ഒരു കാര്യവുമില്ല. അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്താലും മതിയാവത്തില്ല. ആ ഒരു അനുഭവം നിങ്ങളോട് ഞാൻ പങ്കിടുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ നിങ്ങൾ വിളിച്ച ഈ ഇതിൽ ഞാൻ സ്വീകരിക്കുകയും നമ്മുടെ എല്ലാവിധ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ തീർച്ചയായിട്ടും മസ്ജിദുൽ ഹറമിൽ പോയി നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം. എൻ്റെ ആഫിയത്തിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി ദുആ ചെയ്യും. ആ ഹജ്ജ് കർമ്മം പൂർണ്ണമായി ചെയ്ത് നാട്ടിൽ വന്ന് ഇമാം പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന തക്ക വിധത്തിലാക്കുവാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കട്ടെ. അള്ളാഹു അതിനുള്ള അനുവാദം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പ്രസംഗിച്ച് ശീലമില്ല, എന്നാലും ഈ പള്ളിയായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. എൻ്റെ സീനിയർ ഒക്കെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഓതിയിരുന്ന മദ്രസയാണ് ആ കാണുന്നത്. അവിടെ ഇപ്പോൾ പൈപ്പുകളൊക്കെ വെച്ച് ചെയ്യുന്ന ഭാഗമാണ്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എല്ലാം ഈ മദ്രസയിലാണ് ഓതിയത്. അതൊരു നിമിത്തമായിട്ട് തോന്നുന്നു. കാരണം ഇപ്പോൾ ഞാനിവിടെ വന്ന് എനിക്ക് ഹജ്ജ് യാത്ര ആയിട്ട് നിങ്ങൾ തന്നത്, പള്ളിയിലായിട്ട് ബന്ധം വന്നതും ഈ മദ്രസയിൽ ഓതിയതും എല്ലാം ഒരു നിമിത്തമാണ്. അള്ളാഹു ആഫിയത്ത് തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഞാനും ഭാര്യയുണ്ട്, എല്ലാവരും ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട മാതാവും ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടിയിട്ട് അള്ളാഹു സെലക്ഷൻ നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അവിടെ അള്ളാഹു എത്തിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. കാരണം 15 വയസ്സ് മുതൽ ഈ ചാലയിൽ ഒരു കടയിലെ ജോലിക്കാരനായി വന്ന ഞാനാണ്. ഏതാണ്ട് 30 വർഷത്തോളം ഈ പള്ളിയിൽ ചെറിയ ഹിദ്മത്തുകൾ ചെയ്ത് അൽഹംദുലില്ലാഹ് എനിക്ക് നിൽക്കാൻ സാധിച്ചു. അള്ളാഹുവിന് വലിയ സ്തുതി. അള്ളാഹുവിന് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇനിയും അള്ളാഹു ആഫിയത്തും ആരോഗ്യം തരട്ടെ. വേണ്ടി പള്ളിക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യാനും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എല്ലാവിധ നന്മകളും നൽകട്ടെ. ഈ പള്ളിയിൽ നിന്ന് തന്നെയാണ് അൽഹംദുലില്ലാഹ് എനിക്ക് എല്ലാ ദുആക്കൾക്കും അള്ളാഹു എനിക്ക് സ്വീകാര്യത തന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഭവനമായിരുന്നാലും എൻ്റെ സ്ഥാപനമായിരുന്നാലും ഈ പരിശുദ്ധ ഹജ്ജായിരുന്നാലും എല്ലാം ഈ പരിസരത്തുള്ള ഓരോ ദുആക്കൾ അള്ളാഹു കബൂലാക്കിയതിൻ്റെ അടയാളങ്ങളാണ് കാണുന്നത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. എല്ലാ ഹാജിമാരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ എത്തിയ എല്ലാവർക്കും അള്ളാഹു പരിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത വർഷം ധാരാളം ഹാജിമാർ ഈ പള്ളിയിൽ നിന്ന് പുറപ്പെടുവാൻ അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മാഹിൻ. 29-ാം തീയതി ഹജ്ജിന് പോവാണ്. ആഫിയത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മഹദി. ഞാനും എൻ്റെ വൈഫും മോനും ഇത്തായും കൂടെ പോവുകയാണ്.
നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് നൗഷാദ് എന്നാണ്. ഇൻഷാല്ലാ ഇപ്രാവശ്യത്തെ ഹജ്ജിന് പോകാനുള്ള സൗഭാഗ്യം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പടച്ചവന്റെ സഹായം കൊണ്ട് ഇപ്രാവശ്യം കിട്ടി. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണം. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ ഞാനും ദുആ ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എൻ്റെ ഒരു അസീമാണ്. എല്ലാവർക്കും നമ്മളെ വാപ്പായെ കൂടുതൽ അറിയത്തുള്ളൂ. ഇൻഷാല്ലാ ഈ വർഷം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പോകാനുള്ള സൗഭാഗ്യം കിട്ടി. 10 വർഷത്തിന് മുമ്പ് 3-4 പ്രാവശ്യം അപേക്ഷ ഇട്ടിട്ട് കിട്ടിയില്ല എനിക്ക്. ഇപ്രാവശ്യം ഈ ലാസ്റ്റ് ദിവസം ഇങ്ങനെ അപേക്ഷ ഇട്ട് ആദ്യത്തെ ഇപ്രാവശ്യം അങ്ങനെ പോകാനുള്ളൊരു വിധി ഉണ്ടായി. ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യണം. അതേപോലെ എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങളോ വാക്കുകൊണ്ടോ ആർക്കെങ്കിലും വേദനകളോ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുകയും വേണം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഇമാം അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ ഞാനും ഇവരെ കൂടെ ഹജ്ജിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത ആളാണ്. എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആയിപ്പോയി. 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടാതായി. പിന്നെ പ്രൈവറ്റിലേക്ക് കൊടുക്കേണ്ടി വന്നു, അതും കൊടുത്ത് അതും കിട്ടാതായി. അങ്ങനെ ഒരവസ്ഥയിലാണ്. ഇൻഷാല്ലാ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇൻഷാല്ലാ ദുആ ചെയ്യും. ഈ പോണവർക്കെല്ലാം ഹജ്ജ് എല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് ഇനി പോകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞ കണക്ക് കുറേ പരിശ്രമം വേണം. പരിശ്രമിച്ചിട്ട് നടക്കുന്ന കാര്യമാണ്. ഇൻഷാല്ലാ ദുആ ചെയ്യും. അല്ലാഹു ഹൈറാകട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഹാജിമാർക്ക് വേണ്ടി നമ്മുടെ ഈ മസ്ജിദിന്റെ ഭാഗത്ത് നിന്നും ഉപഹാരം കൊടുക്കുന്നുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട കിതാബ് ഓരോ ഹാജിമാര് നമ്മുടെ പ്രസിഡന്റിനെ ഏറ്റെടുക്കും. ഹാജിമാർക്ക് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഹാജിമാരോട് ഞങ്ങൾക്കെല്ലാം ഒരു വസിയത്തുണ്ട്.